ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാൽപ്പേടയാണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പേട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ പാൽപ്പേട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പാൽപ്പേട തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് സമയം എടുത്തിട്ടാണ്. എന്നാൽ ഇത് അങ്ങനെയൊന്നുമല്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു പാൽപ്പേടയാണ്. അപ്പോൾ നമ്മുടെ നെയ്യ് ചെറുതായിട്ടൊന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. തിളയ്ക്കുന്നതൊന്നും ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാവും. പാലിപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ട് വരികയാണ്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് പാൽപ്പൊടി. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാം പാൽപ്പൊടിയാണ്. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പാൽപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറായ ഫിറോസിക്കാൻ്റെ മോന് ഒരു ഹായ് പറയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചു മോന് വലിയൊരു ഹായ് പറയാണ്. കൂടെ തന്നെ റിൻസിയുടെ കുട്ടീസിനും ശ്രീകുട്ടനും നന്ദുവിനും ഒരു വലിയ ഹായ് പറയാണ്. അപ്പോൾ എനിക്കും കൂടെ തിരിച്ചൊരു ഹായ് പറഞ്ഞേക്കണേ. പാൽപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് ലോയിൽ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. പിന്നെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും പിടിക്കാതെ കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. സാധാരണ നമ്മൾ പാൽപ്പേട തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും. കാരണം ആ പാല് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം, നല്ലതുപോലെ വറ്റിയിട്ട് വരണം. അപ്പോൾ അതിന് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ പാൽപ്പൊടിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം വരില്ല. നമ്മളിപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് കൂടി ആയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇതിപ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്നും വിട്ട് വരണം. ആ ഒരു അളവ് വേണം നമുക്ക് വേണ്ടത്. നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ കരിഞ്ഞിട്ട് പോകും പാൽപ്പൊടി. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ പാൽപ്പൊടിയുടെ ആ പച്ച മണമൊക്കെ മാറിയിട്ട് പാൽപ്പൊടിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ശരി, ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് തണുത്തിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയും കട്ടിയായിട്ടാണ് പിന്നെ നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. നമ്മൾ ചൂട് മാറിയതിന് ശേഷം പഞ്ചസാര ചേർക്കണത് എന്തിനെന്ന് വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ ചൂടോടെ നമ്മളിത് ചേർക്കുമ്പോഴത്തേക്കും പഞ്ചസാര എല്ലാം വീണ്ടും മെൽറ്റായിട്ട് വെള്ളം പോലെ ആകും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ചൂട് മാറിയതിന് ശേഷം പഞ്ചസാര പൊടി ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഷുഗർ പൗഡർ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പേട നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിലൊരല്പം ഓയിൽ പൊട്ടിക്കൊടുത്ത ശേഷം വേണം ബോൾസ് തയ്യാറാക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിപ്പോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് ബോൾസ് ആക്കിയ ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചുകൂടി നട്ട്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് വെക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഭംഗിയാണ്, അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഏലക്ക പൊടിച്ചത് ചേർക്കുമ്പോഴത്തേക്കും ആ ഏലക്കയുടെ ആ കറുത്ത കുത്തെല്ലാം ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ കാണും. അതിൻ്റെ പേരിലാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്.
ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ പാൽപ്പേട എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ പാൽപ്പേട തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു 30 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി വരും. പക്ഷേ നമ്മുടെ ഈ പാൽപ്പേട തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 5-6 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ വീട്ടിലെ കുട്ടീസൊക്കെ സ്വീറ്റ്സൊക്കെ ചോദിക്കുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.